നമസ്കാരം, എല്ലാവർക്കും എന്നാണ്ട് വിശേഷം. ഇന്ന് നമ്മൾ ക്രാബ് കൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. സിംഗപ്പൂർ ചില്ലി ക്രാബ്. ഈ വിഭവം ഉണ്ടാക്കാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ച സ്പൈസസിനേക്കാളും കുറച്ച് വ്യത്യാസമുണ്ട്. ഇതൊക്കെ എന്താണ്, എവിടുന്ന് വാങ്ങിച്ചു, ഇതൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അല്ലേ. ഓസ്ട്രേലിയൻ ബ്ലൂ ക്രാബാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈപ്പ്. ഇതിന് അധികം വലുപ്പമൊന്നുമില്ല, നമുക്കിവിടെ ഈസിലി അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇനി ഇതേ മഡ് ക്രാബ്, ഈ സൈസിലുള്ള വലിയ ക്രാബ് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ ക്രാബ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കുവാണ്. ക്രാബ് എല്ലാം കഴുകി വന്നപ്പോഴേ എനിക്ക് ഏകദേശം ഒരു 3/4 കിലോ ക്രാബാണുള്ളത്. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാന്ന് നോക്കാം. ആദ്യം നമുക്ക് പരിചയമുള്ള ഇൻഗ്രീഡിയൻസിൽ തന്നെ തുടങ്ങാം. ഞാനിവിടെ ഒരു 8 ചെറിയ ഉള്ളിയും 3 ചുവന്ന മുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 വലിയ ചുള വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് കഴിയുമ്പോൾ. പിന്നെ ദേ ഈ വലുപ്പത്തിലുള്ളൊരു തക്കാളി ഞാൻ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു കപ്പ് വരും. പിന്നെ 1/3 കപ്പ് സ്വീറ്റ് ചില്ലി സോസ്. മെഷറിംഗ് കപ്പിനകത്ത് അളന്ന് തന്നെ എടുക്കുക ഇതെല്ലാം, അപ്പം പിന്നെ അളവൊന്നും തെറ്റിപ്പോകത്തില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ 1/4 കപ്പ്. അത് മണമില്ലാത്ത തരത്തിലുള്ള ഏതെങ്കിലും ഓയിൽ എടുക്കുക, കനോല അല്ലെങ്കിൽ സൺഫ്ലവർ അങ്ങനെ എന്തെങ്കിലും. പിന്നെ 3 ടേബിൾ സ്പൂൺ വെള്ള വിനാഗിരി എടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് വെള്ളവും. ഇനി നമുക്കധികം പരിചയമില്ലാത്ത 2 ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. 2 ടേബിൾ സ്പൂൺ ടോക്കു പേസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ബെലാച്ചൻ ഷ്രിംപ് പേസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി രണ്ടിനെപ്പറ്റിയും വീഡിയോയുടെ അവസാനം ഞാൻ വിശദമായിട്ട് പറയാം. അപ്പം എന്തായാലും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മൾ ഇതിനുള്ള കറി പേസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ഏഷ്യൻ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ കറിക്കും അവർ പ്രത്യേകമായ ഓരോ പേസ്റ്റ് ഉണ്ട്. നമ്മൾ ഓരോ കറിക്കും വ്യത്യസ്ത മസാലകളൊക്കെ ചേർക്കുന്ന പോലെ. ഈ കറി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ആ ടോക്കോ പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു, വെള്ളം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, എന്നാലും നല്ല വൃത്തിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടങ്ങ് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോഴത്തേക്കും കയ്യിലുള്ള എണ്ണ ആ പാനിനകത്തോട്ട് ഒഴിക്കുക. ഇനി ഈ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ ബെലാച്ചൻ ഷ്രിംപ് പേസ്റ്റ് ഇട്ട് അതൊരു 2 മിനിറ്റ് നേരം ഒരു മീഡിയം ഹീറ്റിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഒരു ഉണക്കമീൻ വറക്കുന്ന നല്ലൊരു മണമാണ് വരുന്നത്. ഉണക്ക ചെമ്മീൻ തന്നെയാണ് സാധനം, അത് ഫെർമെൻറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ ആ ഫ്ലേവർ നമ്മുടെ കറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് 2 മിനിറ്റ് കുക്കായി കഴിയുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കറി പേസ്റ്റ് ഇതിനകത്തോട്ടങ്ങ് ചേർക്കണം. കറി പേസ്റ്റ് ഏകദേശം ഒരു 3 മിനിറ്റോളം, ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന അത്രയും നേരം അതിനകത്ത് കിടന്ന് കുക്കായിക്കോട്ടെ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ പ്യൂരി അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ടൊമാറ്റോ ഒന്ന് കുക്ക് ചെയ്ത് വരാനായിട്ട് ഒരു 4-5 മിനിറ്റെങ്കിലും വേണം. അത്രയും നേരം നമ്മൾ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പം ഇത് പാകമായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ബാക്കിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് സ്വീറ്റ് ചില്ലി സോസ്, കെച്ചപ്പ്, അതുപോലെ തന്നെ വെള്ളം, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനിയിപ്പോൾ ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഞണ്ടിനെ എല്ലാം ഈ സോസിനകത്തോട്ടങ്ങ് ചേർക്കാം.
ഇനി നമുക്കിത് അടച്ചു വെച്ച് ഞണ്ടിനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 7-8 മിനിറ്റ് വേണ്ടി വരും ഞണ്ടൊന്ന് പാകമായി വരാൻ. ഈ സമയത്ത് ഞാൻ നമ്മുടെ മുട്ടയെടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു വെച്ചു. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ക്രാബ് കുക്കായി. ഇനി നമുക്ക് ഈ ക്രാബിനെയൊക്കെ ഈ സോസിനകത്തുനിന്ന് എടുത്ത് മാറ്റണം. ഒരു തോങ്സ് ഉപയോഗിച്ച് ഓരോന്നിനെ ആയിട്ട് എടുത്തങ്ങ് മാറ്റുക. ഇപ്പം ഇതേ ആ തിളയ്ക്കുന്ന ഗ്രേവി മാത്രമേ ഉള്ളൂ. ഇനി ആ ഗ്രേവിക്കകത്തോട്ട് സർക്കുലർ മോഷനിൽ ഇതേ ഇതുപോലെ അങ്ങ് ഇളക്കിക്കൊണ്ട് തന്നെ ആ മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഗ്രേവി തിക്കായി. അതുപോലെ തന്നെ ചെറിയ നാര് പോലെ നമ്മുടെ മുട്ട അതിനകത്ത് കിടന്ന് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ക്രാബുകളെയൊക്കെ തിരിച്ച് ഗ്രേവിക്കകത്തോട്ട് തന്നെ ഇടാം. ക്രാബ് ഇങ്ങനെ തിങ്ങിക്കിടന്നാൽ നമ്മുടെ മുട്ടയും ആ ഒരു സോസും കൂടെ ആയിട്ട് അങ്ങ് കമ്പൈൻ ചെയ്യാൻ ഭയങ്കര പ്രയാസമായതുകൊണ്ടാണ് നമ്മൾ ക്രാബിനെ എടുത്ത് മാറ്റുന്നത്. ദേ ഇപ്പം നമ്മുടെ ക്രാബെല്ലാം തിരിച്ച് ഗ്രേവിക്കകത്തോട്ട് കയറി. ഇപ്പം കണ്ടോ, ഈ സോസിനകത്തൊക്കെ നന്നായിട്ട് കോട്ടായി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി സിംഗപ്പൂർ ചില്ലി ക്രാബ് റെഡിയായി. ഇനി നമ്മുടെ 2 എക്സ്ട്രാ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇതാണ് ആദ്യത്തേത്, ടോക്കു പേസ്റ്റ്. സോയാബീൻ ഫെർമെൻ്റ് ചെയ്തതാണ് ഈ സാധനം. ഇതേ തുറക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് കാണാനായിട്ട് ഒരു പേസ്റ്റ് പോലെ തന്നെ ഇരിക്കും. ഇവിടുത്തെ ലോക്കൽ സൂപ്പർ മാർക്കറ്റിലെ ഏഷ്യൻ ഫുഡ് സെക്ഷനിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. ഇതിൻ്റെ എല്ലാം കൂടെ ഇടയ്ക്കിരിക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, എന്നാലും ഞാൻ കണ്ടുപിടിച്ചു. ആമസോണിൽ ഇതിൻ്റെ മൈൽഡ് സ്പൈസി വേർഷൻ വിൽക്കാനുണ്ട് കേട്ടോ. മലേഷ്യൻ, ഇന്തോനേഷ്യൻ കുക്കിങ്ങിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. ഫ്ലേവറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു സോൾട്ടി ഉമാമി ഫ്ലേവറാണ് ഇതിന് വരുന്നത്. ഫിഷ്, ചിക്കൻ, വെജിറ്റബിൾസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റിർ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതാണ് റോസ്റ്റഡ് ബെലാച്ചൻ ഷ്രിംപ് പേസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെമ്മീൻ ഉണക്കി പൊടിച്ച് അതിൻ്റെ കൂടെ ഉപ്പും അതുപോലെ തന്നെ കടൽ പായലും ചേർത്ത് ഫെർമെൻ്റ് ചെയ്തെടുക്കുന്നതാണ് ഈ സംഭവം. ഇതിൻ്റെ കവർ ഇങ്ങനെ അങ്ങ് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇത് പ്ലാസ്റ്റിക് കൂടിനകത്ത് ക്യൂബായിട്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. കുക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ ക്യൂബ് കൈ കൊണ്ടങ്ങ് പൊടിച്ചെറിഞ്ഞെടുക്കുക. ഇതും സെയിം സൂപ്പർ മാർക്കറ്റിൽ സെയിം സെക്ഷനിൽ തന്നെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഈബേയിൽ ഇതിൻ്റെ വേറൊരു കമ്പനിയുടെ സാധനം വിൽക്കാനുണ്ട്. ഞാനിതിപ്പോൾ ഒരു സെർവിങ് ബോളിലോട്ട് എടുക്കുവാണേ. ക്രാബും ഇതിൻ്റെ കുറച്ച് ഗ്രേവിയും കൂടെ കൂട്ടി ടേസ്റ്റ് ചെയ്യാൻ സമയം പിന്നീടൊന്നും വേണം. തരാം 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 കഴിച്ചോക്ക്. ആ ഒരു ശകല എരിവ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ക്രാബ് കഴിക്കാൻ ഭയങ്കര മെസ്സിയാണ്. ഞാനതുകൊണ്ട് എൻ്റെ മേളിലുള്ള നല്ല ദശ കഷ്ണം മാത്രം എടുത്ത് ഗ്രേവിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഏറ്റവും ആദ്യം കിട്ടുന്ന ഒരു സ്വാദം എന്ന് പറഞ്ഞാൽ മധുരമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു കോംപ്ലക്സ് ഫ്ലേവർ. ആ ഗ്രേവിയുടെ കൂടെ ഈ ക്രാബ് മീറ്റ് കൂടി കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഞാൻ തീർക്കട്ടെ. വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും വേസ്റ്റ് ആയി പോകുന്നുള്ള പേടി വേണ്ട. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള വേറെ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.